നമ്മുടെ യൂട്യൂബ് ചാനലിലെയും ഇൻസ്റ്റാഗ്രാമിലെയും കോണ്ടന്റ്സ് എന്ന് പറയുന്നത് ക്രാഫ്റ്റ്സ്, പ്ലാന്റ്സ്, അൺബോക്സിങ്, പിന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന അതും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ നമുക്ക് താല്പര്യമുള്ള കുട്ടി കുട്ടി വ്ളോഗ്സ് ഇതൊക്കെയാണ്. അപ്പൊ കോണ്ടന്റ്സിനെയൊക്കെ ബേസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിന്റെ നീഷും ഇതൊക്കെ തന്നെയാണ്. സംഭവം ഇതൊക്കെയാണെങ്കിലും ബട്ട് ഐ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു മദർഹുഡ് റാദർ ദാൻ ക്രിയേറ്റിംഗ് സം കോണ്ടന്റ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കോണ്ടന്റ് ക്രിയേഷന്റെ ഇടയിൽ മദർഹുഡ് മുങ്ങിപ്പോവാൻ ഞാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല. ആർട്ടും ക്രാഫ്റ്റും കോണ്ടന്റ് ക്രിയേഷനും വീട്ടുപണിയും ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അവരെയും കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കാനായിട്ട് ശ്രമിക്കണം. അതിന്റെ ഒരു ഭാഗമാണ് ദാ ഈ വീഡിയോ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ടെന്റെ വീട്ടില് ഡാഡിയോ മമ്മിയോ ചപ്പാത്തിക്ക് മാവെടുത്ത് കുഴയ്ക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പോർഷൻ മമ്മി എടുത്ത് ഇതുപോലെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാറുള്ളത് എനിക്ക് ഓർമ്മയിലുണ്ട്. മമ്മി ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്കും കുറച്ച് മാവ് തരും. എന്നിട്ട് പറയും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്ക് എന്ന് പറഞ്ഞിട്ട്. അന്ന് അവര് മാവ് കുഴച്ചെങ്കിൽ ഇതാ ഇന്ന് നമ്മൾ മാവ് കുഴയ്ക്കുമ്പോൾ നമ്മുടെ കുട്ടികളും ഇതുപോലെ കുറച്ച് മാവ് തരുമോ മമ്മ, ഇതുപോലെ ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടാ വരുന്നത്. എന്റെ മോള് കുറെ പാറ്റേൺസ് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. എന്നിട്ട് അതേ മാവ് തന്നെ തിരിച്ചുരുട്ടി മമ്മയുടെ കയ്യിൽ കൊണ്ട് തന്നിട്ട് പറയും മമ്മ ചെയ്യുന്ന പോലെ പൂ ചെയ്യാൻ പറ്റുന്നില്ല, മമ്മയ്ക്കൊന്ന് ചെയ്തു തരാവോ എന്ന്. അങ്ങനെ അവളുടെ ആഗ്രഹപ്രകാരം ക്ലേയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്ന പോലെ ചപ്പാത്തി മാവില് ഞാൻ ചെയ്തെടുത്ത ഫ്ലവർ ആണ് കേട്ടോ ഇത്. ചില ഓർമ്മകൾക്ക്, അതും കൈമാറി വന്ന ചില ഓർമ്മകൾക്ക് മധുരമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു അത്. നമ്മൾ കുട്ടികൾക്ക് കൈമാറുന്നത് വസ്തുക്കൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവം, രീതികൾ, മൂല്യങ്ങൾ എന്നിവ കൂടിയാണ്. അതുകൊണ്ട് നമ്മളിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടത് ദേഷ്യമോ വിദ്വേഷമോ അല്ല, സ്നേഹവും കരുണയും നന്മയും ബഹുമാനവും ആയിരിക്കട്ടെ. നമ്മൾ എന്ത് പകരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ നമ്മൾ ഈ ലോകത്ത് ബാക്കി വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.